മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബ് മാസം. ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും ബറക്കത്തുണ്ടെന്നാണ്. ബറക്കത്തില്ലാത്ത വിഷയങ്ങളുണ്ട്. ചില നാട് വലിയ ബറക്കത്തുള്ള നാടായിരിക്കും. ഉദാഹരണം മദീനയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് മദീനയുടെ ബറക്കത്ത്. ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ മദീനക്കാരാണ്. ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും. ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകളാണ്. അതേസമയത്ത് സമയത്തിൻ്റെ പ്രത്യേകത ചില സംഭവങ്ങളായിരിക്കും. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് സ്വർഗപ്രവേശനം നൽകിയ ദിവസമാണ് എന്ന് പറയുകയുണ്ടായി. ഒരു സമയത്തിൻ്റെ പ്രത്യേകത ഒരു സംഭവമാണ്. എന്നാൽ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒന്നുകിൽ നിലവിൽ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ. ഉദാഹരണം മമ്പുറന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പുഴൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്ത തങ്ങൾ പറഞ്ഞ ഒരാളവിടെ ഉണ്ട് എന്നാണ്. ഒരു മനുഷ്യനാണ് ഒരു നാടിൻ്റെ പ്രത്യേകത. പാണക്കാട് എന്ന് പറഞ്ഞാൽ ആ പള്ളിൻ്റെ ബാക്കിൽ നല്ല വെള്ളമുള്ള ഒരു പുഴ ഉണ്ടാവുന്നല്ല, പാണക്കാട്ടത്തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ്. ഏത് നാടും അങ്ങനെയാണ്. അങ്ങനത്തെ ആളുകളുള്ള നാടിനെയാണ് ബറക്കത്തുള്ള നാട് എന്ന് പറയുന്നത്. ആയുസ്സിൽ ബർക്കത്തുണ്ടാവും. ചില ആൾക്കാർ 110 കൊല്ലം ജീവിക്കും, എന്നിട്ടോ മരിച്ചു, വേറൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ 50 കൊല്ലേ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ അതിലെ താഴെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 50 കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 3 മനുഷ്യൻ്റെ ആയുസ് കൂട്ടിയാലും എത്തൂല. ഉദാഹരണം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. കുറഞ്ഞ കാലമാണ് ജീവിച്ചത്. ജീവിച്ച കാലം കൊണ്ട് ചെയ്തതൊക്കെ കൂടി നോക്കിയാൽ ഒരു 3 പുരുഷായുസ് ചെലവഴിച്ചാലും എത്തൂല എന്നതാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. ചില മക്കളിൽ വലിയ ബർക്കത്തുണ്ടാവുന്ന 10 മക്കളുണ്ട്, ആവശ്യ നേരത്ത് ഒറ്റൊന്നും ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടാവും. ഒരു ചെറുക്കനെ ഉള്ളൂ, എല്ലാ ആവശ്യത്തിനും ഉണ്ട്, ആള് ബാക്കിയുണ്ട്, അങ്ങനെ ഉണ്ടാവും. മക്കളിലെ ബർക്കത്താണത്. ഇങ്ങനെ ഭക്ഷണത്തിലെ ബർക്കത്തുണ്ട്, ആരോഗ്യത്തിലെ ബർക്കത്തുണ്ട്, ആയുസ്സിലെ ബർക്കത്തുണ്ട്, ഇൽമിലെ ബറക്കത്തുണ്ട്. ചില ആൾക്കാരോട് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചോദ്യം ചോദിച്ചാലും മൂപ്പരടുത്ത് മറുപടി ഉണ്ടാവും, അതൊരു ബറക്കത്താണ്. ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാവും, കോടതി പിരിഞ്ഞതിൻ്റെ ശേഷം ബുദ്ധി ഉദിക്കുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ്. ചില സദസ്സുകൾക്ക് വലിയ ബറക്കത്തുണ്ടാവുമെന്നാണ്. ചില സ്ഥാപനങ്ങൾക്ക് വലിയ ബറക്കത്തുണ്ടാവും. ഉദാഹരണം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ്. ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ട് എന്ന് വിചാരിച്ചോളി, ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. ഞാൻ അവിടുന്ന് പഠിച്ചതാണ്, അതുകൊണ്ട് ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ എന്തിനാ പറ്റുക അതന്നെ. അപ്പോൾ അങ്ങനെ ചില സ്ഥാപനങ്ങൾക്ക് വലിയൊരു ബർക്കത്തുണ്ടാവും. പുത്തനങ്ങാടി ശുഹദാ കോളേജ്, ചില സ്ഥാപനങ്ങൾക്കൊരു ബർക്കത്തുണ്ടാവും. ചില മനുഷ്യന്മാരുടെ ജീവിതത്തിന് വലിയ ബർക്കത്തുണ്ടാവുന്നതാണ്. ജീവിതം ബർക്കത്തുള്ളതാവണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. 1 ശീലങ്ങൾ ശരിയാക്കണം, 2 മര്യാദകൾ ശരിയാക്കണം, 3-മത്തേത് കാര്യബോധമുണ്ടായിരിക്കണം. 3 കാര്യം ഉണ്ടായാലേ ജീവിതം ബറക്കത്തുണ്ടാവുള്ളൂ. 1 ശീലം ശരിയാക്കുക. ശീലങ്ങൾ കുറേ എണ്ണുണ്ട്. ഭക്ഷണശീലം അതൊരു പ്രധാനപ്പെട്ട ശീലമാണ്. ഉറക്കശീലം അതൊരു ശീലമാണ്. യാത്രാശീലം അതൊരു ശീലമാണ്. ഇങ്ങനെ ശീലങ്ങൾ ശരിയാക്കിയെടുക്കുമ്പോഴേ ജീവിതത്തിന് ബറക്കത്തുണ്ടാവുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം ദാനശീലമാകുന്നു എന്നാണ്.
ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമോളായിരുന്ന റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. മനുഷ്യന്മാരെ, എൻ്റെ വയത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ഇനി എപ്പോഴാപ്പോൾ മൂപ്പര് വയത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് വയത്. ഇതിങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുക ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളി എല്ലാവരും. സാധാരണ ഒരു വയതിൻ്റെ ഈണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാവും. എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, മുഴുവെടുക്കാനുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഖിയ്യ ബീവി വഫാത്തായി. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉമ്മു കുൽസൂമിനെയും ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും കുറേ കാലം ജീവിച്ചില്ല. ഉമ്മു കുൽസൂം മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു, എനിക്കിഞ്ഞ് 1 മോളെയും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാൻ എന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? അതാണ് പെൺകുട്ടിയൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത ഉണ്ടോന്നാണ്. നബി തങ്ങൾ 2 മക്കളെ കെട്ടിച്ചും കൊടുത്തു. ഇനി ഒരാളെയും കൂടിയും കെട്ടിക്കാണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണ്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയുകയാണ്. സ്വഹാബ, മൂത്തത്തിലേക്ക് പുറപ്പെടൽ നിർബന്ധമാണ്. നമ്മളെ അടുത്ത് പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഉള്ളവരൊക്കെ ഉള്ളതിനനുസരിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. ഇരിക്കുന്നു. മൂപ്പര് ഇരുന്നു. രണ്ടാമതും വഅദ് പറഞ്ഞു, സഹാബ, യുദ്ധത്തിന് പോകാൻ കുറച്ചും കൂടി തോനെ പൈസ വേണം. നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും. അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും. അതുകൊണ്ട് കുറച്ചും കൂടിയും പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാന്ന്. ഇത് പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, മൂപ്പര വാപ്പാന്റെ സ്വത്ത് കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ടാവും, അതിൽ അങ്ങാടിയിൽ 25 സെന്റ് വിറ്റത് ഇക്കാരെന്ന് അല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കയ്യും വീശിയിട്ട് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാൻ. പിന്നെ എന്തേ കൊടുക്കാണ്ടായത് എന്നതിൻ്റെ കാരണം ദാനശീലം എന്ന അടിസ്ഥാന ഗുണമുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യമാണ്, ദാനശീലമുള്ളവനാണോ ഇല്ലാത്തവനാണോ. ദാനശീലമുള്ളവൻ്റെ സ്വഭാവം വേറെ ഇക്കാരം, ദാനശീലം ഇല്ലാത്തവൻ്റെ സ്വഭാവം വേറെ ഇക്കാരം. മരോള വാപ്പ ഉംറക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാൽ ദാനശീലുള്ള ആളാണെങ്കിൽ പറയും, പെയ്ക്കോട്ടെ, അൽഹംദുലില്ലാ, പൈസ അതിനൊക്കെ ഉള്ളത് തന്നെയല്ലേ, പിന്നെ ദണ്ണും കേടൊക്കെ അല്ലേ, അതങ്ങോട്ട് സംസം വെള്ളം നല്ലോണം കുടിച്ചാൽ മതി എന്ന് പറയും. ദാനശീലുള്ള ആള്. ദാനശീലം ഇല്ലാത്ത ആളാണെങ്കിൽ പറയും, എന്തിനാപ്പ ഈ വയസ്സാം കാലത്ത് അയാൾ പോണത്, അയാൾ പണ്ട് ജിദ്ദയിൽ നിന്നീന്ന് എല്ലാ വെള്ളിയാഴ്ചയും പോയിന്നതല്ലേ എന്ന് പറയും. ദാനശീലം ഇല്ലാത്ത ആള്. വർത്താനത്തിൽ വരെ ആ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ദാനശീലുള്ള ആള് ജുമക്ക് വെള്ളിയാഴ്ച വരുമ്പോൾ കീശയിൽ ഒരു 10ന്റെ നോട്ടും വെക്കും, ഒരു 20ന്റെ നോട്ടും വെക്കും, ഒരു 50ന്റെ നോട്ടും വെക്കും, ഒരു 100ന്റെ നോട്ടും വെക്കും. ജുമ കഴിഞ്ഞിട്ട് മോലിയര് വയല് പറയും, യത്തീംകുട്ടിയുടെ കല്യാണമുണ്ട്, അപ്പുറത്തെ മഹലിൽ നിന്ന് കത്തേറ്റ് വന്നതാണ്, എല്ലാവരും കാര്യമായി സഹായിക്കണം, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായി, ഒരു 100 റുപ്യെങ്കിലും കൊടുക്കാനുള്ള വയലാണ് ഇപ്പോൾ ഉസ്താദാ പറഞ്ഞത്. അപ്പം 100 റുപ്യ കൊടുക്കും. വേറെ ചില ആൾക്കാരുണ്ട്, പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറൊരു കോട്ടൻ കുപ്പായ ഇട്ടുങ്ങാണ്ട് വരും, ഒരു തൊപ്പിയും. ജുമ കഴിഞ്ഞിട്ട് മോലിയര് വയലിറങ്ങി, യത്തീംകുട്ടിയുടെ കല്യാണമുണ്ട്,
എല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം. അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ എന്ന് പറയുമ്പോൾ മുമ്പ് കീശയ്ക്ക് ഇങ്ങനെ ഓതും എന്നിട്ട് പറയും അതാ പേഴ്സ് മറന്നു എന്ന് പറയും. എന്നിട്ട് പോകുമ്പോൾ പീടി കയറിയിട്ട് പറയും ഇവിടെ എന്നും പിരിവന്നെയാണ് പറയും. എല്ലാ വെള്ളിയാഴ്ച മൂപ്പരെന്നും പേഴ്സ് മറന്നിട്ടാ വരല്, വർത്താനത്തിനൊരു കുറവുണ്ടാവില്ല. ഇതാണ് ദാനശീലമുള്ളവൻ്റെയും ദാനശീലമില്ലാത്തവൻ്റെയും സ്വഭാവം. ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ദാനശീലം ഉണ്ടായിരിക്കണം. അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഈ പ്രത്യേകതയുണ്ട്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയാണ്, സ്വഹാബ എല്ലാവരും യുദ്ധത്തിന് പോകാൻ കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 14,000 ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ നേരെ പകുതി 7,000 ദിർഹം എടുത്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോൾ ചില്ലറ പൈസയാണ് ഉള്ളതെടുത്തുങ്ങാണ്ട് മൂപ്പരും വന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ, ഉമറെ, ഉസ്മാനെ, നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട്, തെരീന്ന് പറഞ്ഞു വാങ്ങി. ഇനി വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണ് ബാക്കിയുള്ളത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലാഹു ഉസ്മാനെ നിങ്ങൾക്ക് ചെലവഴിച്ചതിലും വീട്ടിൽ വെച്ചതിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് തോരുന്നു. അപ്പുറത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ടായിരുന്നു. മൂപ്പരോട് ചോദിച്ചു, അബൂബക്കറെ നിങ്ങളെന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബി ഏതാ ചില്ലറ പൈസയാണ് ഞാൻ കൊടുന്നത് എന്ന് പറഞ്ഞാണ്ട് ഉള്ളത് കൊടുത്തു. അതേ ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറെ ഇനി ഭാര്യക്കും മക്കൾക്കും വീട്ടിലെന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടില് ഇതിനേക്കാൾ ഹൈറായതുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കറെ, ഇതിനേക്കാൾ ഹൈറായ എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറിന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലുമാകുന്നു എന്ന് പറഞ്ഞപ്പോ കേട്ടു നിന്നിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുനിയാവിൽ ആരെ തോൽപ്പിച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ 7,000 ദിർഹംസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ളതിൻ്റെ പകുതിയാണ്. സിദ്ദീഖുൽ അക്ബർ ചില്ലറ പൈസ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാണ്. ഇതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. നമ്മളൊരു ദിവസം പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളി, ഡൈനിങ് ഹാളിൽ. അപ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. അപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറുക്കപ്പെടവാ, മനസ്സിൻ്റെ അടുത്ത് 5ന്റെ നയ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി നിൽക്കണേ, ബാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാളാന്ന് പറയാൻ പറ്റും. ഇതൊരു പഠിപ്പിക്കലാണ്. വേറൊരു പഠിപ്പിക്കലുണ്ട്. വല്യമ്മക്ക് ഗോരോജനാദി വാങ്ങാൻ വെച്ചിരുന്ന പൈസയെന്ന് ഒരു 5ന്റെ കോട്ടൺ ഉറുപ്പ്യന് എടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ലടാ, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും എഴുതിങ്ങാണ്ട് വന്നതല്ല അയാള്, വെറും കയ്യോടെ മടക്കണത് ശരിയല്ല, വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ്. രണ്ടാമത്തത് പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയണത്. 3 കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. ഒന്ന്, ദാനശീലം പഠിപ്പിക്കണം. അതാണ് അടിസ്ഥാന ശീലം. അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും, ഓൻ്റെ സ്വഭാവം നേരാവും. ദാനശീലമുള്ളവൻ്റെ സ്വഭാവമേ നേരാവുള്ളൂ, അല്ലാത്തവൻ്റെ സ്വഭാവം നേരാവില്ല. ഇതന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മര്യാദയുമായി ബന്ധപ്പെട്ടതാണ്. 1 ശീലം ശരിയാക്കുക, 2 മര്യാദ ശരിയാക്കുക, 3 കാര്യബോധം ഉണ്ടാകുക. 3 കാര്യം ഉണ്ടായാലേ ജീവിതത്തിന് ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ബർക്കത്തിന് ദോരക്കണം.
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ദുആക്കണം. ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ദുആ ഖുനൂത്താണ്. സുബ്ഹിയിലെ ഖുനൂത്ത്, റമളാനിലെ അവസാനത്തെ പകുതിയിലെ വിത്റിലെ ഖുനൂത്ത്, നാസിലത്തിന്റെ ഖുനൂത്ത് എല്ലാം ബറക്കത്തിനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബറക്കത്ത് തരണേ, തോന തരണേ എന്നല്ല, ഉള്ളതിൽ ബറക്കത്തുണ്ടായാൽ അതാണ് ഏറ്റവും ഖൈറ്. 3 ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട്, 3 ലക്ഷം റുപ്യ. ഓന് 3,100,000 റുപ്യ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ടോ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുക, ഒരു 100 റുപ്യ തരുമോ? ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ബറക്കത്തുള്ള 1000 റുപ്യ ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിൻ്റെ 300 റുപ്യയും കൊടുത്ത് വല്യമ്മാൻ്റെ മരുന്ന് 200 റുപ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ 500 റുപ്യ ബാക്കി ഉണ്ടാവും. അതാണ് ബറക്കത്തുള്ള സമ്പത്ത്. ബറക്കത്തുള്ള ഉണ്ടായിട്ടേ കാര്യമുള്ളൂ, ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. തന്നെ സംഗതി. അതുകൊണ്ട് ബറക്കത്തിനുള്ള ദുആയാണ് സുബ്ഹിയിലെ ഖുനൂത്ത്. വബാരിക് ലനാ ഫീമാ അതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതുകൊണ്ട് മുടങ്ങാതെ എല്ലാവരും ഖുനൂത്ത് ഓതണം. ആദ്യം മുടങ്ങാതെ സുബീകരിക്കണം, അതിൽ ഖുനൂത്ത് ഓതണം. ബറക്കത്തിനുള്ള ദുആ. സുബീസ്കരിക്കുന്ന ആൾക്കേ ബറക്കത്തുള്ളൂ, അല്ലാത്തതിന് ബറക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക. രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം. മര്യാദകൾ ശരിയാക്കുക. എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട്. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിൻ്റെ മര്യാദ പാലിക്കൽ. പള്ളിയിലേക്ക് കയറിയില്ലെങ്കിൽ കയറിയിട്ടില്ലാന്നേ വരുള്ളൂ, കയറിയിട്ട് മൂത്രാക്കിയാൽ മുർത്തദ്ദാവും. അപ്പം ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അദബ് പാലിക്കൽ. മുസാബ് എടുത്തില്ലെങ്കിൽ ആ ചങ്ങായി മുസാബ് എടുത്തില്ലാന്നേ വരുള്ളൂ, എടുത്തിട്ട് മ്ലേച്ഛമാക്കിയാൽ ആള് ദീനെന്ന് പുറത്തേക്കാണ് പോകും. അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ ബറക്കത്ത്, അതിൻ്റെ മര്യാദ പാലിക്കൽ. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ആദരിക്കണമെന്നാണ്. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണം, അധ്യാപകനെ ആദരിക്കണം. ഗുരുവിനെ ആദരിക്കാത്തവന് 3 വിപത്തുകൾ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, അയാളിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ഒജീനം തടയപ്പെടുന്നതാണ്. 3, അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം. അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി, ഖുർആൻ പഠിപ്പിച്ചു തന്ന ആൾ മാത്രമല്ല. ഒജീനം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല, കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല, ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല, എവിടെ പോയിട്ട് നേരാണില്ല, കുട്ടികൾ തിന്നണ അന്നത്തിൻ്റെ കടം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവനല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ്. അതുകൊണ്ട് വിവരത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത്